നിങ്ങൾക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോകാൻ നോക്ക്. പറഞ്ഞല്ലോ, അവന്റെ കൂടെ കറക്കം നിർത്തണം. ഡാമ്പിളി ഇങ്ങ് വന്നേ. ദേ, ഞാൻ ഇവന്റെ കൈ പിടിച്ചു. ഇവന്റെ കൂടെ ചേർന്ന് നിന്നു. നിങ്ങൾക്ക് പൊള്ളുന്നുണ്ടോ? നാണം ഉണ്ടോ നിങ്ങൾക്ക്? എടാ, ഞാൻ നിന്റെ കൂടെ നിന്നാലേ ഇങ്ങേർക്ക് സംശയമാണെന്ന്. നിങ്ങളെ കാണുന്നതിനും 16 കൊല്ലം മുന്നേ ഞാൻ കാണാൻ തുടങ്ങിയതാ ഇവനെ. എന്നിട്ട് സംശയരോഗം കൊണ്ട് വന്നേക്കുന്നു. ആവണി, ജോലിയുടെ കാര്യത്തിൽ മോനാട് നിന്നെ ചതിച്ചു, അത് ഞാൻ അംഗീകരിക്കും. പക്ഷെ നീ ഇപ്പൊ കാണിച്ചത് കുറച്ച് ഓവറായി. എടാ, 19 വയസ്സ് വരെ ഒന്നിച്ചുണ്ടായിരുന്നവരാ നമ്മള്. അത് അങ്ങേർക്കും അറിയാം. എന്നിട്ട് ഒടുക്കം എല്ലാം കയ്യിൽ നിന്ന് പോയപ്പോ സംശയരോഗം മൂത്ത് ഭ്രാന്തായിരിക്കുക. അവനില്ലാതാക്കിയാല് എനിക്ക് സമാധാനം കിട്ടും. എന്തൊക്കെയാണ് പറയണത്? നീ ഇവിടെ ഒറ്റക്ക് വന്നിരിക്കണ എന്തിനാണ് മോഹന? എടാ, നിന്നോടാൻ ചോദിച്ചത്. കൊല്ലും ഞാൻ. ആരും എന്നെ തോപ്പിക്കാന്ന് വിചാരിക്കണ്ട. എടാ മോഹന, എന്താണ്? എന്തു പറ്റി? ഒന്നുമില്ല. എൻ്റെ ആവണി, ജീവിതത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് വലിയ വിലയൊന്നും കൊടുക്കാണ്ടിരുന്ന അതൊരു സൈഡിൽ കൂടെ അങ്ങ് പൊക്കോളും. എടാ, അങ്ങേർക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ച സമയങ്ങളൊക്കെ എത്ര വിലപ്പെട്ടതായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴാ മനസ്സിലാക്കുന്നത്. എന്താ അമ്മ? അമ്മ, ഞാനിപ്പോ മോഹനെ കണ്ടായിരുന്നു. അവനോട് സംസാരിച്ചപ്പോ പേടി തോന്നി മോളെ. അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട. ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നടക്കുന്ന സമയാ. അപ്പൊ ഇങ്ങനെ പല അടവുകളും കാണിച്ചെന്ന് വരും. അതൊരു അടവായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല മോളെ. അമ്മേ, നമ്മൾ വലിയവായി പറയും ഭർത്താക്കന്മാർ എന്ത് കള്ളം പറഞ്ഞാലും നമുക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നു. 15 കൊല്ലം എടുത്തമ്മേ എനിക്ക് അങ്ങനെ ഒരു കള്ളത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി. അമ്മ പേടിക്കാതെ. ഇതൊക്കെ അങ്ങേർക്ക് ഇപ്പോഴത്തെ ഡിപ്രഷനിൽ തോന്നുന്നതായിരിക്കും. അതൊക്കെ പതിയെ മാറിക്കോളും. എന്നാലും നിങ്ങൾ രണ്ടുപേരും ഒന്ന് സൂക്ഷിക്കണം കേട്ടാ. മോന് സൂക്ഷിക്കണേ. ശരി അമ്മ. എടി, നീ നേരത്തെ പറഞ്ഞ എൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണത്. കുറച്ച് വിഷമിക്കട്ടെ. ഞാൻ കരഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല. എന്തായാലും അമ്മ പറഞ്ഞ പോലെ ഒന്ന് സൂക്ഷിച്ചോട്ടോ.
മോഹനൊന്ന് വീഴാൻ പോയതാ. പിടിക്കണ്ടായിരുന്നു, വീഴുന്നത് നല്ലത്. ഇവിടെ കയ്യിലിരിപ്പതല്ലേ. അവൻ പറഞ്ഞിട്ട് പോയിട്ടില്ലേ വക്കീലെ? അവൻ പറഞ്ഞിട്ട് പോയത് അവിടെ നിൽക്കട്ടെ, താനെന്തിനുള്ള പുറപ്പാടായിരുന്നു? ആവണി എന്റെ, എനിക്ക് ആവണി വേണം. മോഹന, ഞാൻ ഒരു കാര്യം പറയാം, എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്. ഈ റിസോർട്ട് വിട്ട് പോകുന്നത് വരെ ഇതുപോലെ ഒരു തമ്മാട്ടിരുന്ന് താൻ നിൽക്കരുത്. എത്ര ദിവസം നീ ഇങ്ങനെ ഫുഡ് കൊണ്ടുവരും? നീ ഇപ്പം അതിനെപ്പറ്റിയൊന്നും പറയടാവണ്ട. നിനക്കിപ്പോൾ PSCയുടെ ഹോൾ ടിക്കറ്റ് വന്നില്ലേ? നീ നന്നായിട്ടിരുന്ന് പഠിക്ക്, ബാക്കിയൊന്നും നീ ചിന്തിക്കണ്ട. എന്നാലും നീ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന കാണുമ്പോൾ ഈ പാർട്ട് ടൈം ജോലി നോക്കി മടുത്തു. ഒരു 10 ദിവസത്തിനുള്ളെങ്കിൽ ഒരു ജോലി ശരിയാവും. ഈ പഠിത്തവും ജോലിയൊക്കെ ഒന്നിച്ച് നടക്കുമെന്ന് തോന്നുന്നില്ല. ഈ ഓഫീസുകളിലൊക്കെ ജോലി ചെയ്യുമ്പോഴേ വേറെ ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതല്ല നിന്നോട് ഞാൻ ആദ്യം തൊട്ടേ പറയുന്നത്. അപ്പം നീ എനിക്ക് ഈ പാർട്ട് ടൈം ജോലി അന്വേഷിക്കുന്നത് നിർത്തിക്കോ. എനിക്ക് വേറൊരു പണി ശരിയായിട്ടുണ്ട്. എന്ത് പണി? അതൊക്കെ ഞാൻ പറയാം. ഇപ്പം നീ ചെല്ല്, ഞാനിത് കഴിച്ചിട്ട് പഠിക്കാതിരിക്കട്ടെ. എങ്കിൽ ശരി. ഫുഡാണ് അമ്മേ? മോൻ കഴിക്കുന്നോ? വേണ്ട, അമ്മ കഴിച്ചോ. അല്ലെങ്കിലും അമ്മ ഇവിടുത്തെ ഫുഡൊന്നും കഴിക്കണില്ലല്ലോ. അമ്മ എത്ര ദിവസം ഇങ്ങനെ വീട്ടിലെ ഫുഡ് കഴിക്കാതിരിക്കും? അമ്മ നാളെ മുതൽ ഇവിടുന്ന് ഫുഡ് കഴിക്കും. വഴക്കൊക്കെ തീർന്നോ? നിങ്ങൾ എന്തിനാ വന്നേ? അമ്മയോട് താങ്ക്സ് പറയാനാ. ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് അമ്മ ഞങ്ങൾക്ക് വേണ്ടി ട്രിപ്പിന് വന്നില്ലേ? താങ്ക്സ് അമ്മ. അമ്മയ്ക്കല്ലേ പ്രശ്നം, അത് കാരണം നിങ്ങൾ വിഷമിക്കാതിരിക്കാൻ അമ്മ ശ്രദ്ധിച്ചോളാം. പിന്നെ ഒരു വീട്ടിൽ അച്ഛനും അമ്മയും മിണ്ടാതിരിക്കുമ്പോ മക്കൾക്ക് വലിയ സന്തോഷമല്ലേ? ഒന്ന് പോമ്മ. വിഷമിക്കണ്ട അമ്മ, അവൻ സങ്കടം കൊണ്ട് പറഞ്ഞല്ലേ. ഒറ്റയ്ക്ക് വീട്ടിലെ പണിയെല്ലാം ഞാൻ തന്നെ എടുക്കണം അമ്മ. നിന്റെ വിഷമം മാറിയില്ലേ? ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അവനെ നോക്കുന്നതായിരുന്നല്ലോ പരാതി. നീ എല്ലാം തനിയെ ചെയ്താൽ മതി. ഇത് ഇത്രയും വലിയ കട്ടിപ്പണിയാണെന്ന് ഞാൻ അറിഞ്ഞോ? വേണേൽ വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ ഏട്ടത്തി നോക്കട്ടെ. അല്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. എന്താ അവനി? അമ്മ, നാളെ മുതൽ എനിക്കും കുക്ക് ചെയ്യണം. അതിനെന്താ, നിനക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ പാചകം ചെയ്യാലോ. ഇവിടെയല്ല, പുറത്ത് വർക്ക് ഏരിയയിൽ. അതിനവിടെ ഗ്യാസും സ്റ്റൗവൊന്നും ഇല്ലല്ലോ. അത് സാരമില്ല, ഞാൻ അവിടുന്ന് ചെയ്തോളാം. എന്നാ പിന്നെ നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ. ഞാൻ പറഞ്ഞാലും എന്തായാലും കേൾക്കാൻ പോണില്ലല്ലോ. പഠിത്തമൊക്കെ എവിടെ വരെ ഏട്ടത്തി? നീ ഇത് സ്നേഹം കൊണ്ട് ചോദിച്ചല്ലാന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും കേട്ടോ, അടുത്ത ആഴ്ച ടെസ്റ്റ് ഉണ്ട്. സന്തോഷമായില്ലേ? ബെസ്റ്റ് വിഷസ് ഏട്ടത്തി. ഓ, എന്നെ എന്തിനാ നോക്കുന്നേ? ഞാൻ ബെസ്റ്റ് വിഷസ് അല്ലേ പറഞ്ഞത്? നശിച്ചു പോകുന്നുള്ള ഉദ്ദേശത്തിലല്ലേ നീ ആ ബെസ്റ്റ് വിഷസ് പറഞ്ഞത്? അല്ലമ്മ. ശരി, മിണ്ടാതിരുന്ന് പണിയെടുക്ക്. എന്റെ സമാധാനം തെറ്റിക്ക വക്കീലെ. ഇപ്പൊ അവൾക്ക് അടുത്ത PSC എക്സാമിനുള്ള ഹോൾ ടിക്കറ്റ് വന്നിരിക്കുക. അതിന് തനിക്കെന്താടോ? അവള് പോയി പരീക്ഷ എഴുതട്ടെ, ജോലി കിട്ടുമ്പോ ടെൻഷൻ അടിച്ചാ പോരെ? വക്കീലെ, അവള് പരീക്ഷ എഴുതി ഉറപ്പായിട്ടും ജോലി കിട്ടും, അതിനൊരു സംശയം വേണ്ട. അപ്പൊ താനെന്താ ഈ പറഞ്ഞു വരുന്നത്? അവള് പരീക്ഷക്ക് പോകരുത്. എന്തേലും വഴി ഒപ്പിക്കാം. ഞാനേ കോടതി പോകാൻ ഇറങ്ങിയതാ, തന്നെ ഞാൻ വൈകിട്ട് വിളിക്കാം. ഈ പരീക്ഷ അവൾ എഴുതില്ല. ആവണി കോച്ചിങ് ക്ലാസ്സിൽ പോവാണോ?
അതേമ്മ, എക്സാം എടുത്തില്ലേ? ഞാൻ കുറച്ച് വൈകും. എന്തിനാ വൈകണേ? കോച്ചിങ് ക്ലാസ് 1 മണിക്കൂറല്ലേ? കൂടി വന്നാൽ 2 മണിക്കൂർ. എന്നാ ഒരു കാര്യം കൂടെ കേട്ടോ, എനിക്ക് കോച്ചിങ് വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെയാണ്. അപ്പൊ പിന്നെ ഇപ്പൊ എവിടെ പോണു? അവണി പോവാം, ടൈമായില്ലേ? എങ്ങോട്ടാ മോനെ രാവിലെ തന്നെ? അറിയില്ലമ്മ, രാവിലെ വരണം, എവിടെയൊക്കെ പോണെന്ന് പറഞ്ഞു. നീ വാ, ഞാൻ വന്നിട്ട് പറയാമ്മ. ശരിയാ. രണ്ടുപേരോട് ഞാനൊരു കാര്യം പറയാം. ഇവരുടെ കറക്കം അത്ര നല്ലതല്ല. അത് അമ്മ പറഞ്ഞിട്ടാണെങ്കിലും ഏട്ടൻ പറഞ്ഞിട്ടാണെങ്കിലും നിർത്തണം. നിനക്ക് നിന്റെ കാര്യം മാത്രം നോക്കിയാ പോരെ? എന്റെയും കൂടിയും കാര്യം തന്നെയാ. ഞാനും കൂടി ഈ വീട്ടിൽ തന്നെയാ നിൽക്കുന്നത്. അത് രണ്ടുപേരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതിന്റെ ഒന്നും ഒരാവശ്യവും ഇല്ല. ആവശ്യമുണ്ട്. അല്ലെങ്കിൽ തന്നെ ഈ അമ്പിളീനെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കിയതല്ലേ, പിന്നെ ആരാ ഇവനെ അകത്തേക്ക് വിളിച്ചത്? നിങ്ങളോട് പറഞ്ഞിട്ട് പറയാത്തത് ഞാൻ നേരിട്ട് പറഞ്ഞു, അത്രേ ഉള്ളൂ. നിന്റെ കെട്ടിയവൻ എൻ്റെ അമ്മയൊക്കെ ഒറ്റ കെട്ടാടി. അവിടെ ഇല്ല ആവണി, എല്ലാവർക്കും കൈവശം കൊണ്ട കൊടുത്തിരിക്കുക. അനാവശ്യം പറയാൻ നിൽക്കരുത്. ഒരനാവശ്യമില്ല. മോശമാണെങ്കിൽ മോശമാണെന്ന് തന്നെ പറയും. ലോകത്ത് വേറെ ആർക്കും കൂട്ടുകാരില്ലാത്ത പോലെ. ഞാൻ വാങ്ങിച്ചു കൊടുത്ത സാധനങ്ങളൊന്നും ഉപയോഗിക്കില്ല. ഞാൻ ഇവിടെ വണ്ടി മേടിച്ചു കൊടുത്തിട്ടുണ്ട്, അത് ഉപയോഗിക്കില്ല. അത് ഇവിടെ നാട്ടിൽ വേറെ വണ്ടിയില്ലേ? ഓട്ടോറിക്ഷ ഇല്ലേ? ബസ്സില്ലേ? അതിന് വരെ പൊക്കൂടെ? ഇത് എന്തിനും എതിരെന്നാണ് ഈ അവന്റെ വണ്ടിയുടെ പുറകിൽ കയറിയിരുന്ന് കെട്ടിപ്പിടിച്ച് പോയിക്കൊണ്ടിരിക്കണത്? എടാ, അവൾ അവളുടെ കാര്യങ്ങൾക്ക് പോകുമല്ലേ, നീ എന്തിനാണ് ആവശ്യമില്ലാണ്ട് അവളെ കാര്യത്തിൽ ഇടപെടുന്നത്? നിങ്ങൾ 3 പേരും കൂടി ഇത് വിലക്കിയില്ലെങ്കിൽ ഞാൻ എന്റേതായ തീരുമാനങ്ങൾ എടുക്കും. നീ എന്ത് തീരുമാനം എടുക്കുന്ന? അത് നിങ്ങൾ കണ്ടോ? അമ്മ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇത് അമ്മ തന്നെ പറഞ്ഞ് വിലക്കിക്കൊള്ളണം, അല്ലെങ്കിൽ എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. ഞാൻ എന്ത് ചെയ്യണം പ്രകാശ? അമ്മ അമ്മയുടെ കാര്യം നോക്കൂ, രണ്ടിനും വട്ടാണ്. അവര് രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണെന്ന് എനിക്കറിയാം. നിന്റെ ഭാര്യ മോഹനും കൂടി എന്താണ് പ്ലാൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. അമ്മ, ഇപ്പൊ ഏട്ടത്തിയുടെ എക്സാം അടുത്തിരിക്കുകയാണ്. ഏട്ടനാണെങ്കിൽ അത് മുടക്കാൻ വേണ്ടി എന്ത് തരികിടാണെങ്കിലും കാണിക്കും. അഞ്ചു ആണെങ്കിൽ ഏട്ടത്തിയെ പഠിക്കാതിരിക്കുക എന്ത് ദുഷ്ടത്തരവും കാണിക്കും. തൽക്കാലം അമ്മ ഒന്നും പറയാൻ പോകണ്ട, ഏട്ടത്തി ഇത് ഡീൽ ചെയ്തോളൂ. ഇതൊക്കെ എവിടെ പോയി അവസാനിക്കുന്നേ? മോളെന്തിനാ ഈ പണിയൊക്കെ ചെയ്യുന്നേ? ജീവിക്കണ്ടേ ചേച്ചി? മോളുടെ മക്കളും ഭർത്താവൊക്കെ എവിടെ? എല്ലാരും ഉണ്ട് ചേച്ചി, ഇതൊക്കെ പിന്നെ ഒരു ദിവസം പറയാം. മോളുടെ മുഖം കണ്ടാ അറിയാം എന്തോ പ്രശ്നമുണ്ടെന്ന്. പ്രശ്നമൊന്നുമില്ല ചേച്ചി, ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള കഷ്ടപ്പാടില്ല.
നീ മറുപടി പറഞ്ഞില്ല. രാവിലെ അവിടെ പോയതാ? സമയമാകുമ്പം പറയാം. എന്നാലും വൈകിട്ടല്ലേ നിന്റെ കോച്ചിങ് ക്ലാസ്? നീ ഈ ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. ഞാൻ എവിടെ പോകുന്ന അറിഞ്ഞാലും നീ എന്നെ കൊണ്ടുപോടുത്തുള്ളോ? അങ്ങനെയൊന്നുമില്ല. എന്നാ ശരി, നാളെ കാണാം. ആ പിന്നൊരു കാര്യം, നാളെ മുതൽ എന്നെ കൊണ്ടുവിട്ടിട്ടേ എന്നെ ഫോളോ ചെയ്യാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അതും കളഞ്ഞേക്ക്. അയ്യോ, അങ്ങനെ ഒരു പ്ലാനും ഇല്ലേ. ഞാൻ പോണു. ദേവു, ആ മിഠായി തിരിച്ചു കൊടുത്തേ. എന്തിനാ അഞ്ജു? അവളത് കഴിച്ചോട്ടെ. ഞാൻ എന്റെ മോളോടാണ് സംസാരിക്കുന്നത്. തിരിച്ചു കൊടുക്കോച്ചേ. കണ്ടവർ തരുന്നൊന്നും വാങ്ങിച്ചു കഴിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എനിക്കിത് വാണിയമ്മ എന്താ, ഞാൻ കഴിക്കും. എന്താ ഇവിടെ ഒരു ബഹളം? അമ്മ വാങ്ങിച്ച ചോക്ലേറ്റ് ദേവു കഴിക്കാൻ കുഞ്ഞമ്മ സമ്മതിക്കില്ല. അവള് കഴിച്ചോട്ടെ, നിനക്കെന്താ പ്രശ്നം? എന്റെ മോൾ എന്ത് കഴിക്കണം കഴിക്കണ്ട എന്നൊക്കെ ഞാനാ തീരുമാനിക്കുന്നത്. ദേവു, മോളധികം തിരിച്ചു തന്നേക്ക്. വെറുതെ വഴക്ക് വേണ്ട. മോക്ക് മിഠായി അച്ഛൻ വാങ്ങിത്തരും. ഞാൻ തരൂല. പണ്ടു വാണിയമ്മ എനിക്ക് ചോക്ലേറ്റ് വാങ്ങിത്തരാറില്ലേ, പിന്നെ ഇപ്പൊ എന്താ? പണ്ടത്തെ പോലെ അല്ല ഇപ്പൊ. എവിടെ പോന്ന്, എങ്ങനെ പോന്ന്, ആരുടെ കൂടെ പോന്ന് ഒന്നും അറിയില്ല. എങ്ങനെ ഉണ്ടാക്കിയ പൈസ കൊണ്ടായി ചോക്ലേറ്റ് വാങ്ങിയെന്ന് ആർക്കറിയാം? ഇത് കഴിക്കേണ്ട ഗതികേടൊന്നും എന്റെ മോൾക്കില്ല. അഞ്ജു, എന്തൊക്കെ വിളിച്ചു പറയണേ? ഞാൻ കാര്യം തന്നെയാ പറഞ്ഞത്. ദേവു, നിന്നോട് ഞാനൊരു കാര്യം പറയാം. ഈ സ്ത്രീ വാങ്ങിച്ചിരുന്ന ഒരു സാധനവും കഴിക്കരുത്. കണ്ടാ മിണ്ട് പോലും ചെയ്യരുത്, കേട്ടല്ലോ? അഞ്ജു, നാക്കിന് ഇല്ലില്ലാന്ന് കരുതിയേ വായിലൊന്ന് എല്ലാം വിളിച്ചു പറയരുത്. മൂത്ത മരുമോൾക്ക് കാണിക്കാം. ഞാൻ പറഞ്ഞാലാ കുറ്റം. അവൾ എന്ത് കാണിച്ചെന്നാണ്? ഇനി അതും ഞാൻ ഈ പിള്ളേരുടെ മുമ്പിൽ വെച്ച് പറയണം അല്ലേ? ഇനി എന്റെ പേര് പറഞ്ഞ് നിങ്ങൾ രണ്ടും തമ്മിൽ തല്ലണ്ട. ഇതാമളെ ദേവുന് ഇനി ഞാനൊന്നും വാങ്ങിക്കൊടുക്കുന്നില്ല. ഇനി അവളുടെ കാര്യത്തിൽ ഞാൻ ഇടപെടുന്നുമില്ല. അങ്ങനെയായാ നിങ്ങൾക്ക് കൊള്ളാം. പിന്നെ അഞ്ജു, നീ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ എവിടെ പോകുന്നു, എങ്ങനെ പോകുന്നു, ആരുടെ കൂടെ പോകുന്നു എന്നൊക്കെ. ഇനി മേലിൽ ഇങ്ങനെ ഒരു വർത്താനം നിന്റെ വായിന്ന് വീണ അടിച്ച് നിന്റെ കാരണം ഞാൻ പോയിക്കും. കുറച്ച് നിറം നിനക്ക് കൂടുതലുള്ളതുകൊണ്ടേ അടി കിട്ടി ആ പാട് പോവാൻ കുറച്ച് ദിവസം എടുക്കും. വെറുതെ എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുത്, കേട്ടോടി? അവര് പറഞ്ഞിട്ട് പോയത് കേട്ടാ, എന്റെ കരണം അടിച്ച് പൊളിക്കുന്നു. എന്നിട്ട് നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ഏട്ടത്തി ഇപ്പൊ പറഞ്ഞിട്ട് പോയതേ ചെയ്ത് കാണിച്ചിരുന്നെങ്കിലേ ഞാനൊരു ഷെയ്ക്കാൻ്റെ കൊടുത്തേനെ. അവരെന്നെ തല്ലുന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഷെയ്ക്കേണ്ടി കൊടുക്കണല്ലേ? ചിലപ്പോ കൊടുക്കും. നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടുണ്ട് എന്റെ മുന്നിൽ വെച്ച് അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കരുതെന്ന്. നിന്റെ എല്ലാ തോന്നിവാസത്തിനും കൂട്ടുകണം മൊണ്ണയാന്ന് വിചാരിച്ച പ്രകാശൻ. അടങ്ങി ഒതുങ്ങി ഇവിടെ ജീവിച്ചോളാം. ആദ്യത്തെ അടി അടിക്കാൻ മാത്രമേ പ്രകാശനും അടിയുള്ളൂ. പിന്നെ ഒരു കുറ്റബോധവും തോന്നില്ല. അതുകൊണ്ട് ചോദിച്ചു വാങ്ങാൻ നിൽക്കരുത് കേട്ടാ. നിങ്ങൾക്ക് എന്നെ അടിക്കണല്ലേ? അടിക്കണോ? അടിക്ക്. അച്ഛാ, ഇറങ്ങി പോടി ഇവിടുന്ന്.
മതിയാക്ക് അഞ്ജു. ഇനിയും നിങ്ങളുടെ ഏടത്തിയുടെ മുന്നിൽ വെച്ച് എന്നെ തള്ളി പറഞ്ഞ നിങ്ങളെയും കുതി ഞാനും ചാവും. ഈ സ്വഭാവം വെച്ച് നീ ജീവിക്കണേ നല്ല നീ ചാവണതാ. എന്നാ നിങ്ങൾ ഇഷ്ടം പോലെ നടക്കട്ടെ. ഇറങ്ങി വിടുന്നു. ഇറങ്ങി. നീ എന്തേ കാണിക്കണേ? ഇറങ്ങി പോടി. അഞ്ജു, അഞ്ജു. ദേവു പേടിച്ചിരിക്ക? എന്താ അച്ഛാ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. ഇതെല്ലാ വീട്ടിലും നടക്കുന്ന ചെറിയ ചെറിയ പ്രശ്നമല്ലേ? ഇതാണ് ചെറിയ പ്രശ്നം. പിന്നല്ല, ഇത് ചെറിയ പ്രശ്നമല്ലേ? ഞാൻ ചോക്ലേറ്റ് തിന്നാത്ത വാണി നമുക്ക് വിഷമായി കാണുമല്ലേ അച്ഛാ? വിഷമായി കാണും, പക്ഷെ നമ്മുടെ സാഹചര്യം വാണിയമ്മയ്ക്ക് മനസ്സിലാവും. ഈ പ്രശ്നം എപ്പോ തീരും അച്ഛാ? ഈ പ്രശ്നം പെട്ടെന്ന് തീരില്ലേ? പെട്ടെന്ന് തീരുമായിരിക്കും അല്ലേ? പിന്നെ വക്കീലേ, ആരാ വിളിക്കുന്നേ? ആരാ വിളിക്കുന്നേന്ന്? മോനെന്താണ് നിങ്ങൾ വിളിക്കുന്നേ? അത് എനിക്ക് എങ്ങനെ അറിയാണ്? എപ്പോഴും പറയും ഞാൻ വിളിക്കണ്ടെന്ന്. അപ്പൊ അവനെ കാണാറുണ്ടോ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എപ്പോഴും പറയാനായിട്ട്? ഇല്ല, ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, അപ്പൊ ഞാൻ പറയാറുണ്ട്. എന്നാ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇത് ലൗഡ് സ്പീക്കറിലിടും, എന്നിട്ടൊന്ന് സംസാരിക്കും, ഞാൻ കേക്കട്ടെ. സുധേ, അത് വേണോ? ആ വേണം, ഇട്. ഹലോ ഹലോ വക്കീല്, നിങ്ങൾ എവിടെയാ? നിങ്ങൾ സത്യം പറ, കോടതി തന്നെ ഉണ്ടോ അതോ അന്ന് കണ്ട ക്ലൈന്റ് ആ പെണ്ണിന്റെ കൂടെ കറങ്ങി നടക്കുകയാണോ? നിങ്ങൾ ആവണിയുടെ എക്സാം എടുത്ത് മുടക്കാൻ വേണ്ടി എന്തെങ്കിലും ഐഡിയ തരാന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലല്ലോ. അറിയാലോ, അവൾ ഇപ്പൊ തന്നെ കൊമ്പത്താണ്. ഇനി ജോലിയും കൂടെ കിട്ടിക്കഴിഞ്ഞാ താങ്ങത്തില്ല വക്കീല്. വക്കീലെ, നിങ്ങൾ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞാ അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഏത് അറ്റം വരെ പോവാൻ റെഡിയാ. മോഹന, ഞാൻ പിന്നെ വിളിക്കാം. ഹലോ ഹലോ. Shit! അവളുടെ ജീവിതം നശിപ്പിച്ചിട്ട് അവന് മതിയായില്ല അല്ലേ? നിങ്ങൾ അതിന് കൂട്ടും. ആദ്യം ഞാൻ അവനെ ഒന്ന് കാണട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങളെ ശരിയാക്കി തരാം കേട്ടോ. മിണ്ടരുത്. നിങ്ങൾ പോയി വണ്ടി എടുക്ക, എനിക്ക് ഇപ്പൊ അവനെ കാണണം.